ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും ജീവകനുമാണ്. ഇത് ജീവകൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളപ്പോൾ ഡെയിലി വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കാൻ പോകാറുണ്ട്. 30 മിനിറ്റ്സ് 1 അവർ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് നടക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളെന്നുള്ളത് ജീവകൻ പറയും. എന്തൊക്കെ ജീവക ഡെയിലി നടക്കുന്നത് വന്നിട്ട് നമ്മളുടെ എക്സസ് ഫാറ്റ് വന്നിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കര. അതെ, നമ്മളിപ്പോൾ ഡെയിലി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് കണ്ടുവരുന്നൊരു ഇതാണ് ഫാറ്റ് കൂടാൻ. അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത്. ഐ ടി ഫീൽഡ് ആയത് കാരണം നിറയെ പേര് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന. അതെ, നിറയെ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫാറ്റ് കൂടുന്നൊരു സംഭവമുണ്ട്. സോ അത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. വേറെ എന്തൊക്കെയാണോ? പിന്നെ മസിലിന്റെ അതെ, നമ്മൾ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ. സോ നമ്മൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫാറ്റ് റിഡ്യൂസ് ആവുന്നതുകൊണ്ട് തന്നെ മസിലിൻ്റെ കുറച്ച് പവർ നമുക്ക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. വേറെ എന്തൊക്കെയാണ്? നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. സോ നടക്കുന്നത് കൊണ്ട് ഈ ബോണിൻ്റെ സ്ട്രെങ്ത് എല്ലാം നമുക്ക് ഇൻക്രീസ് ആവും. നമ്മൾ ഡെയിലി കാലും കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അനക്കി നടക്കുന്നതുകൊണ്ട് നമുക്ക് ബോണിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻക്രീസ് ആവാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ഈ പ്രായത്തിൽ വരുന്ന ഒരു യങ്സ്റ്റേഴ്സിന് കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഏജൊന്നുമില്ല. പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ 60 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. ഇപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് തന്നെ ചേഞ്ച് ആയില്ലേ. ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ടും ഡെയിലി ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് നമ്മുടെ ലിവറിലാണ്. അതിനെ പറയുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ ഡെയിലി നമുക്ക് നടക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവറിൻ്റെ സാധ്യത നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഈ ഫാറ്റി ലിവർ വന്ന ആൾക്കാരാണെങ്കിൽ അത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഐ ടിയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബാങ്കിങ് സെക്ഷൻ, ഏത് തരത്തിലുള്ള ജോലികളായാലും ഓഫീസ് വർക്ക് ചെയ്യുന്നവർ ഡെയിലി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ നടക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെൽത്താണ്. സോ ഹെൽത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം. സോ എല്ലാവരും ഹെൽത്ത് ഈസ് വെൽത്ത്. യെസ്. സോ ഡെയിലി നിങ്ങൾക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക അല്ലേ. സോ ഞങ്ങൾ 2 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി ഒരു 5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. See you.